ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ASWIN'S HANDCRAFTS. നമ്മൾ ഇന്ന് ഈ റൂബിക്സ് ക്യൂബിനെയാണ് മുഴുവനായിട്ടും അയച്ചെടുക്കാൻ പോകുന്നത്. കമ്പനിയിൽ അതുപോലെ തന്നെ ഇത് ഫുൾ നമ്മൾ അയച്ചിട്ട് വീണ്ടും റീസെറ്റ് ചെയ്തായിരിക്കും, ഒരിക്കലും പൊട്ടിച്ച് കളയില്ല. നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ക്രൂസൊക്കെ അയച്ചെടുക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഊരുമ്പോൾ ഒക്കെ കൂടി ഗാഡിയൊക്കെ പൊട്ടി പോകാതിരിക്കുക, ലൂസാക്കി ഇടുന്നുള്ളൂ. അയച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഊരി വരും. മിഡിലുള്ള സ്ക്രൂസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഇടുക. ഓക്കെ, എല്ലാം ഒന്ന് ലൂസായിട്ട് നമ്മളിപ്പോൾ എല്ലാം ലൂസാക്കി. അപ്പം ക്യൂബ് ഒരുപാട് ഇങ്ങനെ ലൈറ്റേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി വരും. കാണിച്ചു തരാം. കണ്ടോ, നമ്മളിങ്ങനെ എല്ലാ പീസും നമ്മൾ ഊരിയെടുക്കുകയാണ്. ഗൈസ്, ഏതാനും നിമിഷ നേരം കൊണ്ട് നമ്മുടെ റൂബിക്സ് ക്യൂബൊക്കെ പോയി. ഇതാണ് അതിൻ്റെ മീറ്റിൽ. കണ്ടോ ഗൈസ്, ഒരുപാട് പീസ് ഉണ്ട് ഗൈസ്. ഏകദേശം 100ഓളം പീസുകൾ ഇതിനുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പീസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതെന്തിനാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങാൻ വേണ്ടി കുറേ അധികം പീസുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ് നമ്മുടെ. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൽ. പിന്നെ ഗൈസ്, 100 കണക്കിന് പീസ് ആകുന്ന എനിക്ക് എത്ര ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. കാരണം 100 കണക്കിന് പീസുകളാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഓപ്പണായി ഇങ്ങനെയൊക്കെ ഓപ്പണാക്കാൻ പറ്റും. ഇതെല്ലാ പീസും ഓപ്പണാക്കി എടുക്കാൻ പറ്റും. ഈ കോർണർ പീസൊക്കെ ആണെങ്കിൽ 3 പീസൊക്കെ ആകും ഗൈസ്. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ പീസായിട്ട് ഇതൊക്കെ 3 ഊരിയെടുത്ത് മാറ്റാൻ പറ്റുന്ന അത്രയും ഇത് റുബിക്സ് ക്യൂബ് അത്ര വലിയ, അതിൽ അത്രത്തോളം പീസുകൾ ഇതിലുണ്ട്. അത്രത്തോളം പീസുകൾ ചേർത്തിട്ടാണ് ഈ ഒരു റുബിക്സ് ക്യൂബ് നമ്മൾ കാണുമ്പോൾ ഒരു 50-60 പീസൊക്കെ നമ്മൾ എണ്ണി നോക്കിയാലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിൽ ഏകദേശം 100ലധികം പീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് 100ലധികം പീസുകൾ. ഇതൊക്കെ കണ്ടോ, ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നടുവ്. ഇതാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് മുകളിൽ കിടന്ന് ഇതൊക്കെയാണ് കറങ്ങുന്നത്. കണ്ടോ, ഇത് ഈ റൗണ്ടായിട്ട് ഈ സ്ക്വയർ ഇങ്ങനെ കറങ്ങുന്നു. അതിനെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അത് കാരണം ഇതെല്ലാം നമുക്ക് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് കറക്കാൻ പറ്റും. നമുക്കിതിനെ ഒന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫുൾ അയച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ പഴയ പോലെ സെറ്റാക്കി എടുക്കുന്നതാണല്ലോ. നമ്മളിപ്പോഴും വീഡിയോ യൂസ് ചെയ്യുന്ന ഒരു ടോയാണ്. നമ്മുടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 വീഡിയോ ഇത് സോൾവ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളൊന്ന് പഴയതുപോലെ സെറ്റാക്കി എടുക്കാം. ഗൈസ്, നമ്മൾ റുബിക്സ് ക്യൂബിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും നമ്മൾ പാർട്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് റുബിക്സ് ക്യൂബിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നമ്മുടെ മെയിൻ നടുവിലുള്ളത്. നമ്മളിത് വെളിയിൽ നോക്കി വെളിയിൽ നോക്കി ഇത് കാണാൻ ഈ 3 സെറ്റുള്ള ടൈപ്പ് പീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഇൻ്റർലോക്ക് ആയിട്ടാണ് അത് വരുന്നത്. ലോക്കായി കിടക്കുമ്പോഴാണ് ഇതൊക്കെ അതിനനുസരിച്ച് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. കാണുന്നുണ്ടല്ലോ ക്യാമറയിൽ. ഇതേപോലെയുള്ള പീസുകൾ കുറച്ചൊന്നും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ വെളിയിലുള്ള പീസുകളാണ്. അത് നമ്മുടെ മിഡിൽ പീസാണ്. മിഡിൽ പീസ് ഇങ്ങനെയാണ് കാണുന്നത്. ഒരു കളർ മാത്രമുള്ള നമ്മുടെ മിഡിൽ പീസ്. ഒരു സൈഡ് 4 നമ്പർ, ചോപ്പാണെങ്കിൽ 4 ചോപ്പ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ എഡ്ജ് പീസാണ്. എഡ്ജ് പീസ് ഇനിയും അഴിക്കാം കേട്ടോ ഗൈസ്. എഡ്ജ് പീസ് ഇനിയും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒന്നുകൂടി അഴിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരാൻ പറ്റും. നമ്മുടെ കോർണർ പീസ് ഒരിക്കലും നമ്മൾ കാണിച്ചു തന്നു. എനിക്കും കാണിച്ചു തരാം. കോർണർ പീസ് നമുക്ക് ഇങ്ങനെയൊക്കെ ഊരാൻ പറ്റും. ഇത് 3 പീസുകളാണ് കോർണർ പീസുകൾ. ഇതൊക്കെ കൂടി നമ്മൾ ഊരി കഴിഞ്ഞിട്ട് ഏകദേശം 100+ പീസുകൾ ഇതിലുണ്ട്. നമ്മൾ നോക്കിയതാണ് 100+ പീസുകൾ മൊത്തം നമ്മുടെ ഈ ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിൽ കൊള്ളുന്ന അത്ര ഒരു റുബിക്സ് ക്യൂബിൽ ഇത്രത്തോളം പീസുകളുണ്ട്. മനസ്സിലായോ? വെളിയിൽ നോക്കുമ്പോൾ ഒരു 50-60 പീസുകൾ നമ്മൾ എണ്ണിയെ പോലും കാണത്തുള്ളൂ. പക്ഷേ 100 കണക്കിന് പീസുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ കൂട്ടിയാൽ നമ്മൾ 100 വരും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ കറങ്ങാനായിട്ട് ഇതൊക്കെ ഊരിയെടുക്കാൻ പറ്റും. നമ്മൾ ഊരിയെടുക്കാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നല്ല വീഡിയോസ് ഇനി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്.